പാട്ട് പാടട്ടെ. ദിങ്കാലി ദിങ്കൻ ഒരു ചട്ടം ഒരു പോര ഒരു ഏതിലാരി കുട്ടിക്ക് ലിറിക്സ് ഒന്നും അറിയില്ലെങ്കിലും പാടാൻ വെക്കില്ലേ ഋഷി? ലിറിക്സ് ഒന്നും അറിയില്ലെങ്കിലും പാട്ടൊക്കെ കേട്ടാല് അതിന്റെ ഒപ്പം എത്തൂലെങ്കിലും നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ ബ്രെഡ് ഓംലെറ്റ്. ഞാനുണ്ടാക്കി ചില ദിവസം ഇങ്ങനെ വിശക്കുമ്പോ ഇന്നാ തിന്നീനോ എന്നറിയോ? അതെന്താ സംഭവം എന്നറിയോ? ഈ ഉമ്മ ഈ റെസിപ്പി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് ബ്രെഡും അതേപോലെ എഗ്ഗും ഒക്കെ ഓരോന്ന് കൊടുന്ന് വെക്കും. ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇങ്ങനെ വെറുതെ ബോറടിച്ചിരിക്കുമ്പോഴോ എന്തെങ്കിലും തിന്നാൻ നല്ല അപ്പൊ ഞങ്ങൾ രണ്ടാളും എന്ത് ചെയ്യുന്ന വെച്ചാല് ഉമ്മാനെ കാണുന്നും ചെയ്യാതെ അതൊക്കെ എടുത്താണ് ഉണ്ടാക്കും. നേരെ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും അമ്മക്കൊരു ഇതുണ്ടാവല്ലോ, അതിനനുസരിച്ച് ഉണ്ടാക്കും. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉമ്മാനെ കാണാതെ ഋഷിയോ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി അതേപോലെ വേറൊന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്തോ പാൽപ്പൊടി ഞങ്ങൾ പാൽപ്പൊടി ഹോർലിക്സ് ബൂസ്റ്റ് ഒക്കെ നമ്മൾ കുറെ കഴിഞ്ഞ് കുപ്പി പോയി എടുത്ത് നോക്കുമ്പോ കാണാം കട്ട പിടിച്ചിരിക്കണം. അപ്പൊ എന്താ പറയുക, അല്ലെങ്കിൽ ഉറുമ്പ് വന്നിട്ടുണ്ടാവും, ശരിക്കും അടച്ചു വെച്ചിട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ ഞാൻ ബ്രെഡും മുട്ടയൊക്കെ റെസിപ്പി ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ പിന്നെ റെസിപ്പി ചെയ്യാൻ വേണ്ടി മുട്ട അവിടെ ഉണ്ടാവും എന്നാണ് എന്റെ വിചാരം. ചെന്ന് നോക്കുമ്പോ മുട്ട ഒന്നും കാണൂല. അതുപോലെ തന്നെ ബ്രെഡും നല്ല അടിപൊളി ബ്രെഡൊക്കെ നോക്കി അവരെടുത്തിട്ടുണ്ടാവും. പിന്നെ അപ്പം റെസിപ്പി ചെയ്യണമെങ്കിൽ പിന്നെ മോളിൻ്റെ അവിടെ വീടിൻ്റെ അടുത്തൊരു കട ഉണ്ട്, അങ്ങോട്ട് പറഞ്ഞേക്കണം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് അവരുടെ പരിപാടി. പാൽപ്പൊടി എന്നും കട്ടുന്നതാണ് ഋഷുവിന്റെ പാൽപ്പൊടി. അതാണല്ലേ ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. പാൽപ്പൊടിനേക്കാളും ടേസ്റ്റ് ഒന്നിനുമില്ല പാൽപ്പൊടി. അത് പക്ഷെ എന്നാൽ തന്നെ ഞങ്ങൾ കൺട്രോൾ ചെയ്യും. എങ്ങനെയാണെന്നറിയോ? ആദ്യം കുറച്ചെടുക്കും, പിന്നെ ഞങ്ങള് ഇനിയിപ്പോ എടുത്താൽ ഞമ്മ ചീത്ത അറിയാം. അപ്പൊ ഞങ്ങള് ഇനി ലാസ്റ്റ് ഇനി എടുക്കൂല അങ്ങനെ ഞങ്ങളെ കുറപ്പിച്ചാൽ പിന്നെ എടുക്കും. പിന്നെ ഒരു ടെൻഡൻസി എടുക്കാൻ അങ്ങനെയൊക്കെയാണ്. ഞാനൊരു ഗെയിം ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ അതിൽ പോകുമ്പോ ചോട്ടാ ഭീമില്ലേ, അതിക്ക് നാ ഷട്ടിന് അപ്പൊ ഔട്ടായിട്ട് ഇനി ശരിക്കും പിന്നെ അതൊരു ഔട്ടായിട്ട് ഇനി അള്ള ചറ്റാ വന്നനൊക്കെ പറയും. അത് സംഭവം അത് എല്ലാവർക്കും ഉള്ള ഫീലിംഗ് ആണ്. അത് ഇനിയിപ്പോ തിന്നതിന് മാത്രമൊന്നുമല്ല, ഋഷി പറഞ്ഞ പോലെ ഗെയിം കളിക്കുമ്പോഴും അത് എല്ലാ കാര്യത്തിലും ഇത് ശരിയായിട്ടില്ലെങ്കിൽ അടുത്തത് കണ്ടോ, അടുത്തത് എന്തായാലും ശരിയാവും. അടുത്തത് എന്തായാലും ശരി, പിന്നെ അതിൽ പൊട്ടാണെങ്കിൽ അടുത്തത് എന്താ ശരിയാവും. അങ്ങനെ ഒരു ഫീലിംഗ് അത് ശരിക്കും നല്ലത് തന്നെയാണ്. പോസിറ്റീവ് ആണല്ലോ. നമ്മൾ നെഗറ്റീവ് ചിന്തിക്കണമെങ്കിൽ നമ്മളെ കൊച്ചു ടിവിത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളിച്ചണം. ഋഷി പിന്നെ ട്രാക്ക് ഇടക്കിടക്ക് മാറ്റിയാണ്. അപ്പൊ ഡ്രസ് അടിപൊളിയായില്ലേ? ഡ്രസ്സിനോടും ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. മാത്രല്ല ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 10-6 വട്ടം കണ്ണാടിന്റെ മുമ്പിൽ ചെന്ന് നോക്കും. അതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കല്ലേ താത്ത. അപ്പൊ അതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഞാൻ ഇൻട്രസ്റ്റ് തന്നെയാണ്. എന്റെ ഡ്രസ്സ് കാണിച്ചെടുത്തേ, മോളിന്റെ ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട് പറഞ്ഞിരുന്നു ഓരോരുത്തര്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 മുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകാണ് ചേർക്കേണ്ടത്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. അത് അത്യാവശ്യം എരിവുണ്ടായിരുന്നു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില പൊടിയായി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു കുഞ്ഞു സവാള അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് വേണം ചേർക്കാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ സാധാരണ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ 4 മുട്ടയൊക്കെ എടുത്താൽ 4 ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്തതായി ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സിൽ ഈ ബ്രെഡ് നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് മെൽറ്റായിട്ടുള്ള ബട്ടറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയം നമുക്ക് 2 3 ഒക്കെ ടോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് എടുക്കാം. ഇനിയിപ്പോൾ നെയ്യും ബട്ടറും ഒന്നും ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ എടുത്താലും മതി കേട്ടോ. പിന്നെ ബട്ടറിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു വശം നല്ലപോലെ മുരിഞ്ഞ് വരുന്നത് വരെ നമ്മളിത് വേവിക്കണം. പിന്നെ നമ്മൾ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണും കൂടി മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ബ്രെഡിൻ്റെ മുകളിലേക്കും 3 ടേബിൾ സ്പൂൺ വീതം മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു വശം നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ വേവിക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ മറ്റേ സൈഡും നമ്മളൊന്ന് മുരിപ്പിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം.
അപ്പം നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ചുട്ടെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ, അടച്ചു വെക്കൊന്നും വേണ്ട. പിന്നെ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിതൊന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അധിക സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും 2 പ്രാവശ്യം മാത്രമായിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ച് പെട്ടെന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ട് 4 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നമ്മൾ 2 സൈഡിൽ ചുട്ടെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസാണ് ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ കുട്ടികളെയൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് കുറച്ച് പേര് എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൊരു സെക്കൻഡറി ചാനൽ തുടങ്ങിക്കൂടെ, അതുപോലെ കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി ചാനൽ തുടങ്ങിക്കൂടെ, ബ്ലോഗൊക്കെ ആയിട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങളിങ്ങനെ ആലോചിച്ച് വരികയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി ചാനൽ തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്